الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് മാസത്തിലെ പുണ്യമേറിയ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുണ്യകർമ്മങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളായിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവിടുന്ന് പറയുകയുണ്ടായി, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം, യാനി അയ്യാമുൽ അശ്ർ. സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് ഇത്രയേറെ പ്രിയപ്പെട്ടതായിത്തീരുന്ന വേറൊരു ദിവസവും ഇല്ല ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ ഈ ദിവസങ്ങളെപ്പോലെ. പുണ്യകർമ്മങ്ങൾ അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്നാണ്. മാത്രമല്ല അല്ലാഹു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പ്രതിഫലം നൽകും. ഹജ്ജിനെ കുറിച്ച് വിശദീകരിക്കവേ അല്ലാഹു പറയുന്നുണ്ട്, വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുല്ലാഹ്. നിങ്ങൾ എന്തൊരു നന്മ പ്രവർത്തിക്കുകയാണെങ്കിലും അല്ലാഹു അത് അറിയുന്നുണ്ട് കേട്ടോ. ഹാജിമാർ അവർ മക്കയിലും ഹറമിലും മശാഇറുകളിലുമൊക്കെ ചെയ്യുന്ന സുഹൃതങ്ങളും പുണ്യകർമ്മങ്ങളുമാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് താമസിക്കുന്ന വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന സുഹൃതങ്ങളാണെങ്കിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ ഈ സൂക്തത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അത് ആരാധനാ കാര്യങ്ങളിൽ മാത്രം ഖൈറുകൾ, നന്മകൾ, പുണ്യങ്ങൾ പരിമിതപ്പെടുത്തണമെന്നില്ല. ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നമസ്കാരം എന്നുള്ളത്. നമസ്കാരം, ഫർളായ നമസ്കാരം തന്നെ ഒരു ദിവസം 17 റക്അത്ത് നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. അതിൻ്റെ മുൻപിലും പിൻപിലുമായി റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട സുന്നത്തായ നമസ്കാരങ്ങൾ ഒരു 12 റക്അത്തോളമുണ്ട്. പതിവായി 11 റക്അത്ത്
നിശാ നമസ്കാരം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 40 റക്അത്ത് ഫർളും സുന്നത്തുമായി കൊണ്ട് തന്നെ അവൻ അനുഷ്ഠിക്കുന്നുണ്ട്. അതിന് മുൻപും ശേഷവും ഒക്കെയുള്ള അവൻ്റെ ദിക്റുകളും പ്രാർത്ഥനകളും ദുആകളും അതൊക്കെ പുണ്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച, വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ഉള്ള സുന്നത്ത് നമസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നന്മ എന്ന് പറഞ്ഞാൽ ഈ ആരാധനാ കാര്യങ്ങളിൽ മാത്രം പരിമിതമല്ല. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഏതൊരാളെ താങ്ങുന്നതും തലോടുന്നതും സഹായിക്കുന്നതും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതൊക്കെ നന്മയിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, കുട്ടികളൊക്കെ പുതിയ അധ്യയന വർഷത്തിന് വേണ്ടി ഒരുങ്ങി അവർ ഏതേതൊക്കെ പഠന മേഖലയിലേക്കാണ് കയറിപ്പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത്തരം നമ്മുടെ മക്കൾക്ക് അവരുടെ പഠനത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ പറ്റുന്ന ഗൈഡൻസ് നൽകുന്നത് ഏറ്റവും നല്ല പുണ്യകർമ്മമാണ്. ഇനി പഠനകാര്യങ്ങളിൽ അവരെ സഹായിക്കുന്നത് പഠനോപകരണങ്ങൾ നൽകിയാണെങ്കിലും അല്ലാത്ത വിധത്തിലാണെങ്കിലും അവർക്ക് പിന്തുണയും സഹായങ്ങളും നൽകുന്നതൊക്കെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ തന്നെയാണ്. മഴക്കാലമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള മഴ കെടുതികളൊക്കെ വന്നുകൊണ്ടിരിക്കും. അത്തരം മഴക്കെടുതികളിൽ നിന്നും മഴക്കാലത്തുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി വരുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്കുണ്ടാകും. അവരെയൊക്കെ നമ്മുടെ സഹായങ്ങളുമായി അവർക്ക് പിന്തുണ നൽകി ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ആ മനോഗതിയോടുകൂടി അവരെ ചേർത്ത് പിടിക്കുന്നത് ഖൈർ തന്നെയാണ്. വമാ തഫ്അലൂ മിൻ ഖൈരിൻ എന്ന ഖൈർ എന്ന് പറഞ്ഞാൽ എന്ത് നന്മയുമാകും. ഭാഷയിൽ അത് പറയുകയാണെങ്കിൽ നെക്കിറയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ എന്ത് നന്മ ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ അവന് ചെയ്യാൻ കഴിയുന്നുവോ അത് അവന് വ്യക്തിഗതമായി ഗുണമുള്ളതാകാം, അവൻ്റെ കുടുംബത്തിന് നേട്ടമുള്ളതാകാം, അവൻ്റെ അയൽപക്കക്കാർക്കും സമൂഹത്തിനും ഒക്കെ ഗുണകരമായിട്ടുള്ളതാകാം. അതൊക്കെ നിങ്ങൾ ചെയ്താലും തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതറിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചേർത്ത് വെക്കേണ്ടത് തഖ്വയാണ്. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ഹജ്ജിമാരോട് ഹജ്ജിനുള്ള പാതയും ഒരുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ നിങ്ങളുടെ യാത്രാ വിഭവങ്ങൾ നിങ്ങൾ അതൊക്കെ സജ്ജീകരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പാഥേയം, നിങ്ങൾ കൂടെ കൊണ്ടുപോകേണ്ട യാത്രാ വിഭവം എന്താണെന്നോ തഖ്വയാണെന്നാണ്. അതിനാൽ ഫത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുക, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ഹജ്ജിൻ്റെ സുദിനങ്ങൾ നമ്മൾ ഓരോന്നായി മനസ്സിലാക്കുകയുണ്ടായി. ഹജ്ജ് കർമ്മങ്ങളിൽ അതിൻ്റെ റുക്നുകളിൽപ്പെട്ട വളരെ സുപ്രധാനമായൊരു ഘടകമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത്. അറഫയിൽ സമയം കഴിച്ചു കൂട്ടുക. അൽ വുഖൂഫ് ബി അറഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ ഹജ്ജു അറഫ. അറഫ എന്നാൽ ഹജ്ജ് എന്നാൽ അറഫയാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ആത്മാവും അതിൻ്റെ അകക്കാമ്പും അറഫയിലുള്ള ആ നൃത്തവും അവിടെ സമയം ചെലവഴിക്കലുമാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഒരു ജൂത സഹോദരൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദി നുസിലത് ലത്തഖദനാ ദാലികൽ യൗമ ഈദ. നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സൂക്തമുണ്ട്, അതെങ്ങാനും ജൂതന്മാരായ ഞങ്ങൾക്കായിരുന്നു അവതരിച്ചു കിട്ടിയിരുന്നതെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ഒരു ആഘോഷ സുദിനമാക്കുമായിരുന്നു എന്ന് റസൂലിനോട് അദ്ദേഹം പറഞ്ഞപ്പോൾ
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ജൂതൻ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ആയ ഏതായത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്താണത് എന്ന്. ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിപൂർണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന സൂറ മാഇദയിലെ 3-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണത്. ഈ ഒരു ഭാഗം അവതീർണമായ ആ സുദിനം ഞങ്ങളൊരു ആഘോഷമാക്കുമായിരുന്നു, ഞങ്ങൾക്കായിരുന്നെങ്കിൽ അത് അവതരിച്ചിരുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം, അത് അവതീർണമായ ദിവസം ഏതാണ് എന്ന് എനിക്കറിയാം. വൽ മക്കാനല്ലദീ നുസിലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സൂക്തം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച സ്ഥലം ഏതാണ് എന്നും കൃത്യമായി എനിക്കറിയാം. വഹുവ ഖായിമുൻ ബിഅറഫ യൗമു ജുമുഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം, നബിയുടെ അറഫാ ദിനം വെള്ളിയാഴ്ചയായിരുന്നു. അറഫയിൽ നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ് ഈ സൂക്തം അവതീർണമായത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജൂത സഹോദരനോട് പറഞ്ഞത് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു പ്രവാചക വചനമാണിത്. ഇതിൽ നിന്നൊക്കെ അറഫാ ദിനത്തിൻ്റെ മഹത്വം എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റുയ ശൈത്വാനു യൗമൻ ഹുവ ഫീഹി അസ്ഗറു വലാ അദ്ഹറു വലാ അഹ്ഖറു വലാ അഗീദു മിൻഹു ഫീ യൗമി അറഫ. പിശാച് അവൻ ഏറ്റവും കൂടുതൽ പരാജിതനായി, അതേപോലെ തന്നെ തരം താഴ്ന്നവനായി, ഏറ്റവും നിന്ദ്യനായി, അതേപോലെ ഏറ്റവും കോപാകുലനായി കാണപ്പെടുന്ന ഒരു ദിവസം അറഫാ ദിവസത്തേക്കാൾ വേറെ ഒരു ദിവസവും ഇല്ല എന്നാണ്. കാരണം എന്താ? പിശാചിന്റെ പണിയൊന്നും അധികം നടക്കാത്ത ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫാ സുദിനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതുമാണത്. വമാ മിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ യൗമി അറഫ, അറഫാ ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം അള്ളാഹുവിൻ്റെ അരികിൽ വേറെ ഒന്നുമില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ അടിമകളെ അവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തികല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ മിൻ യൗമി അറഫ. അറഫാ ദിവസത്തേക്കാൾ തൻ്റെ ദാസന്മാരെ, അടിമകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വേറെ ഒരു ദിനവുമില്ല എന്ന്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അറഫയിൽ സമ്മേളിക്കാൻ വേണ്ടി ഹാജിമാർ അവിടെ എത്തുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരു പ്രദേശം അറഫയെ പോലെ വേറെയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം നൽകി വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. എല്ലാ അനുഗ്രഹങ്ങളും സ്തുതി കീർത്തനങ്ങളും സ്തോത്രങ്ങളും നിനക്കാണ് റബ്ബേ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിഥികളായി അവിടെ ഹാജിമാർ സമ്മേളിക്കുകയാണ്. ശരിക്കത് തൗഹീദിന്റെ വിളംബരം കൂടിയാണ്. പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറു ദുആ ദുആഉ യൗമി അറഫ. അറഫാ ദിനത്തിലുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന്. വിശ്വാസികളായ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, ഹാജിമാർ അറഫയിൽ നിന്ന് അവർ നടത്തുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക മാത്രമല്ല, അന്നവർ ഉരുവിടുന്ന മന്ത്രധ്വനികളിൽ, അവരുടെ കീർത്തനങ്ങളിൽ
ഏറ്റവും ശ്രേഷ്ഠമായത് വിശദീകരിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ കീർത്തനമാകുന്നു പ്രവാചക ശ്രേഷ്ഠന്മാർ, ഈ ലോകത്താഗതരായ സകലമാന പ്രവാചകന്മാരും ഈ ലോകത്തോട് വിളംബരം ചെയ്ത മുദ്രാവാക്യങ്ങളിൽ, സന്ദേശങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാകുന്നു, അവന് പങ്കുകാരില്ല, അവനാകുന്നു സർവരാജാധികാരവും, അവനാകുന്നു സ്തോത്രവും സ്തുതിയും കീർത്തനങ്ങളും, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന ഈ ദിക്ർ, ഇതായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ഉരുവിട്ടിരുന്നത്. ഹാജിമാർ അറഫാ ദിനത്തിൽ, നമ്മളാണെങ്കിലും ഇവിടെ വെച്ചും ഏറ്റവും കൂടുതൽ ഉരുവിടേണ്ടതും ചൊല്ലേണ്ടതുമായ ദിക്റുകളുടെ കൂട്ടത്തിൽ ഈ ദിക്റാണ് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ളത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം വഇന്നഹു ലയദ്നു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള അറഫ മൈതാനിൽ സമ്മേളിച്ചിട്ടുള്ള ദശലക്ഷക്കണക്കിന് ഹാജിമാരുടെ അവരുടെ പ്രാർത്ഥനകളും അവരുടെ കീർത്തനങ്ങളും കേട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ആ മഹത്വം അത് മലക്കുകളോട് പറഞ്ഞ് അല്ലാഹു അഭിമാനം കൊള്ളും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇബാദി ജാഊനി, അവർ പറയും, എൻ്റെ അടിമകൾ ഇവിടെ വന്നിട്ടുള്ളത് ശഅസൻ ഗുബറൻ, അവർ ജട പിടിച്ച മുടിയുമായി, പൊടി പുരണ്ട കൊണ്ട്, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വഴികളിലൂടെയും അവർ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നു. യർജൂന ജന്നതി, എൻ്റെ സ്വർഗമാണ് അവർ കൊതിക്കുന്നത്. ഫലൗ കാനത് ദുനൂബുകും കഅദദിർ റംലി ഔ കഖതിരിൽ മത്രി ഔ കസബദിൽ ബഹർ, നിങ്ങളുടെ പാപങ്ങൾ മണൽത്തരികളോളം ഉണ്ടെങ്കിലും മഴത്തുള്ളികളോളം ഉണ്ടെങ്കിലും അതേപോലെ കടലിൽ നുരഞ്ഞു പൊങ്ങുന്ന പതയോളം ഉണ്ടെങ്കിലും ലഗഫർതുഹ, ഞാൻ നിങ്ങൾക്കത് പുറത്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. ഫഅഫീദു ഇബാദി മഗ്ഫൂറൻ ലക്കും, അതുകൊണ്ട് അടിമകളെ, നിങ്ങളുടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അറഫ വിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകാം. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടന്ന് പറയുമെന്നാണ്. വിശുദ്ധ ഖുർആൻ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനൽ ളാല്ലീൻ. അറഫയിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ അതേപോലെ തന്നെ നിങ്ങളുടെ കീർത്തനങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് പാപവിമുക്തരായി വീണ്ടും അള്ളാഹു നിർദ്ദേശിച്ച പോലെയുള്ള പ്രവാചകൻ കാണിച്ചു തന്നത് പോലെയുള്ള പുണ്യങ്ങളും ആരാധനാ കർമ്മങ്ങളും ചെയ്യാൻ നിങ്ങൾ അവിടം വിട്ടുപോവുക. അങ്ങനെ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, മുസ്ദലിഫയിലെത്തിയതിനു ശേഷം അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ഈ മാർഗദർശനത്തിന്, ഹിദായത്തിന് പ്രത്യേകം നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം. കാരണം വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനൽ ളാല്ലീൻ, ഈ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരുന്നതിന് മുമ്പ്, ഈ പ്രവാചകൻ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്, ഈ ഹിദായത്ത് നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ വഴിപിഴച്ചവരായിരുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞു തരുന്നതിന് അള്ളാഹുവിനെ നിങ്ങൾ സ്മരിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ ആ കർമ്മങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മളും ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും അവനിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യേണ്ട സന്ദർഭങ്ങളും അവസരങ്ങളുമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം തഖ്വയാണ് നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ പാഥേയമായി നമ്മൾ കരുതേണ്ടത്. തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക റാഹിലു വബാദിർ ഫഇന്നൽ മൗത ലാ ശക്ക നാസിലു. അല്ലയോ മനുഷ്യ, ഈ ദുനിയാവിൽ നീ ഒരു യാത്രക്കാരനാണ്. നിന്റെ പാതയും യാത്രാവിഭവം നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു തിരുമുൽക്കാഴ്ചയായി അത് മാറണമെങ്കിൽ തഖ്വയെ നീ ചേർത്തു വെക്കണം.
നീ സുഹൃതങ്ങളിലേക്ക് മുന്നിട്ട് വരണം. കാരണം മരണം അതെപ്പോഴും വരും, എവിടെ വെച്ചും സംഭവിക്കും. ആ സന്ദർഭത്തിലെല്ലാം നിന്റെ സുഹൃതങ്ങൾ, നിന്റെ നന്മകൾ, നിന്റെ പുണ്യങ്ങൾ, നിന്റെ സൽക്കർമ്മങ്ങൾ നിന്റെ കൂടെയുണ്ടാകാൻ വേണ്ടിയായിരിക്കണം നീ ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വരേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശവും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ഇതാണ്. പ്രത്യേകിച്ച് അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുവാനും പുണ്യങ്ങൾ ധാരാളമായി ചെയ്യാനുമുള്ള ഈ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ആവുന്നത്ര ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി കഴിഞ്ഞുകൂടാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫ ദിനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവുമൊക്കെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ധാരാളമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. വിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പാപവിമുക്തി നമുക്ക് ലഭിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിഞ്ഞു കിട്ടിക്കൊണ്ട് അവൻ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്, മർഹമത്ത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോകുന്ന ചെറുതും വലുതുമായ ധാരാളം തെറ്റുകളുണ്ട്. നമ്മളൊക്കെ മറന്നാലും മറക്കാത്തവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തിയവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്ത്, നമുക്ക് പാപവിമുക്തിയും പാപമോചനവും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരുപാട് അവസരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് അറഫ ദിനത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിനത്തിൻ്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാമു യൗമി അറഫ. അറഫ ദിനത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അഹ്തസിബു അലല്ലാഹ്, അല്ലാഹു നമുക്ക് അത് മുഖേന അൻ യുകഫിറ സനല്ലതി ഖബലഹു വസ്സനല്ലതി ബഅദഹു എന്നാണ്. ഒരു വർഷം, നമ്മുടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും 2 വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന നമുക്ക് പുറത്തു തരുമെന്നാണ്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഹ്തസിബു അലല്ലാഹ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രമേൽ പുണ്യകരമായ ഒരു നോമ്പാണ് അറഫ ദിനത്തിലെ നോമ്പ്. ജൂൺ 5-ാം തീയതി വ്യാഴാഴ്ച, ദുൽഹജ്ജ് 9 അറഫ ദിനമാണ്. ലോകത്തുള്ള എല്ലാ ഹാജിമാരും അറഫയിൽ സമ്മേളിക്കുന്ന ദിനമാണ് അറഫ ദിനം. ആ ദിനത്തിലാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും നോമ്പനുഷ്ഠിക്കേണ്ടത്. ആ നോമ്പിനുള്ള പ്രതിഫലമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ വെച്ച് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥനയാണ്. ഇവിടെ ദിക്റിലും പ്രാർത്ഥനകളിലും നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ പുണ്യങ്ങളിലും സുഹൃതങ്ങളിലും നന്മകളിലും ഒഴുകിക്കൊണ്ടായിരിക്കണം ഈ പുണ്യകരമായ ദിനങ്ങളെ, ദിനരാത്രങ്ങളെ നമ്മൾ കഴിച്ചുകൂട്ടേണ്ടത്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹാജിമാർ പോകുന്നുണ്ട്. എല്ലാ നാടുകളിൽ നിന്നും ഹാജിമാർ പോയിട്ടുണ്ട്. അവരോടൊക്കെ അവരെ യാത്രയയക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കാര്യം നിങ്ങൾ അവിടെ വെച്ച് ഓർക്കണമെന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്.
ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്കും വേണ്ടി ഇവിടുന്ന് നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ്. ഹജ്ജിമാരിൽ പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ശീതീകരിച്ച ടെന്റുകളിലൊക്കെ അവർ കഴിഞ്ഞുകൂടുന്നുണ്ടെങ്കിലും മഷ്അറുകളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നടത്തേണ്ട കർമ്മങ്ങളാണ് അധികവുമുള്ളത്. അതുകൊണ്ട് തന്നെ അത്യുഷ്ണം അവർക്ക് പ്രയാസവും ഭാരവും ആകാതിരിക്കാൻ അവരുടെ നുസുക്കുകളൊക്കെ, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ വളരെ എളുപ്പത്തിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെയും നിർവഹിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേകമായി ഇവിടെ നിന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ മഴക്കെടുതി അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാകും, ജലജന്യമായ രോഗങ്ങളുണ്ടാകും, പകർച്ചവ്യാധികൾ അത് വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട മുൻകരുതലുകളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അള്ളാഹുൽ തവക്കുലാക്കുകയും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുക. നമുക്കറിയാം, ഇതിനു മുമ്പ് കേരളക്കരയിൽ ഒരുപാട് ദുരന്തങ്ങളും കെടുതികളും ഉണ്ടായിട്ടുണ്ട്. മഴക്കാലം വരുമ്പോൾ നമുക്ക് ഭീതിയാണ്. നമുക്ക് ഏത് കാലഘട്ടത്തെയും ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ രക്ഷകൻ അള്ളാഹുവാണ്. അള്ളാഹുൽ തവക്കുലാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അനുവർത്തിക്കേണ്ടത്. പ്രത്യേകിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖ്തിക. 4 കാര്യങ്ങളിൽ അള്ളാഹുവിനോട് കാവൽ തേടുക. അറബിയിൽ ഇത് നമുക്ക് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിലും ഇതിൻ്റെ ആശയങ്ങൾ നമ്മൾ പ്രാർത്ഥനാ വേളകളിൽ അള്ളാഹുവിൻ്റെ നേരെ മനസ്സ് തിരിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഇതുവരെ നൽകിയ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു നാഥ. അതേപോലെ തന്നെ ഇതുവരെ ഞങ്ങൾക്ക് നീ നൽകിയ സുഖസൗഖ്യങ്ങൾ പെട്ടെന്ന് ഇല്ലാതായിത്തീരുന്നതിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു തമ്പുരാനെ. അതേപോലെ തന്നെ പെടുന്നനെയുള്ള നിന്റെ പരീക്ഷണങ്ങളിലും ശിക്ഷകളിൽ നിന്നും നിന്റെ അതൃപ്തിയിൽ നിന്നുമൊക്കെ റബ്ബേ ഞങ്ങൾ കാവൽ തേടുന്നു എന്നുള്ള ഈ ദുആ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന, പ്രത്യേകിച്ച് ഫലസ്തീനിലെയും ഗസയിലെയും നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ, പിഞ്ചുമക്കൾ, അവശരായ വൃദ്ധജനങ്ങൾ, നോമ്പും പെരുന്നാളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ. അവർക്കും ഇതൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അവർ വളരെയധികം കഷ്ടപ്പാടുകളിലും സങ്കടങ്ങളിലുമാണ്. അവർക്ക് വേണ്ടി കൂടി നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ദുരിതം പേറുന്ന, കഷ്ടതയനുഭവിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് ഫലസ്തീനിലും ഗസയിലുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അവരുടെ ദുരിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്നൊരു മോചനം നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർക്ക് അവരുടെ എല്ലാ കർമ്മങ്ങളും ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ നിർവഹിച്ച പോലെ തന്നെ അനുഷ്ഠിച്ച് പൂർത്തീകരിച്ച് സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകാനുള്ള മഹാ തൗഫീഖും സൗഭാഗ്യവും നീ പ്രദാനം ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.